സംഘം തെളിവെടുപ്പ് കടവന്ത്ര ആർക്കി അപ്പാർട്ട്മെന്റിൽ നടപടി കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി അനുവദിച്ചത് 2 ദിവസത്തെ കസ്റ്റഡി. തൃശൂർ പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. മരിച്ചത് 70-കാരി ഡോളി. പ്രതി ബൻഹർ പോലീസ് പിടിയിൽ. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച അയൽവാസിക്കും പരിക്ക്. മാർത്താണ്ഡത്ത് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും കൈയേറ്റം ചെയ്തെന്നും ആരോപണം. സംഭവം കരിങ്കൽ ബത്ലഹേം നഴ്സിംഗ് കോളേജിൽ. കോതമംഗലം MA കോളേജിൽ ജീവനൊടുക്കിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ തീപിടുത്തം. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റി. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നു. PSC ക്രമക്കേടിൽ ഗവർണർ ഇടപെടുന്നു. ലോക്ഭവൻ നിയമോപദേശം തേടി. ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്ന് പരിശോധിക്കുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ലഭിച്ചത് നിരവധി പരാതികൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ LDF യോഗം അല്പസമയത്തിനകം. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPIയുമായുള്ള തർക്കത്തിനിടെ യോഗം. സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും. ഡൽഹിയിൽ ലൈസൺ ഓഫീസ് തുറന്ന് BJP കേരള ഘടകം. വികസിത കേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ലക്ഷ്യം. BJP ദേശീയ നേതൃത്വത്തിലേക്ക് അനുരാഗ് ഠാക്കൂറും സ്മൃതി ഇറാനിയും തിരിച്ചെത്തിയേക്കുമെന്ന റിപ്പോർട്ട്. നിതിൻ നബിന്റെ പുതിയ ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബീഹാറിലെ ലഖിസരായിൽ അശോക് ധാം ക്ഷേത്രത്തിൽ ദുരന്തം. തിരക്കിൽപ്പെട്ട് 7 മരണം, 12ഓളം പേർക്ക് പരിക്കേറ്റു. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കമ്പി പൊട്ടി വീണത് ജനത്തെ പരിഭ്രാന്തരാക്കി. എല്ലാ രാത്രിയും ഗാസയിലെ 30 മുതൽ 40 വരെ ആളുകളെ കൊല്ലണമെന്ന് ഇസ്രയേലി മന്ത്രി. തീവ്ര വലതുപക്ഷവാദിയായ ബെൻഗുറിന്റെ പ്രസ്താവന ഹമാസ് ആക്രമണത്തെ കുറിച്ച് സംസാരിക്കവേ മരുമകനെ ഇറക്കി നെതന്യാഹുവിന് ട്രംപിന്റെ ചെക്ക്. ഹമാസുമായി ഗാസ സമാധാന കരാർ ചർച്ച ചെയ്ത മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ജാരഡ് കുഷ്ണർ. ഇസ്രയേലിലെ 8 മുസ്ലിം രാജ്യങ്ങളുടെ പ്രമേയം. പാലക്കാട്ടെ ലഹരി വേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയയെന്ന് പോലീസ്. 1 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത് യുവതി ഉൾപ്പെടെ 3 പേർ. മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലീം. ഒറ്റ രാത്രി കൊണ്ട് റഷ്യയിലേക്ക് കുതിച്ചെത്തിയത് 800-ലധികം ഉക്രൈനിയൻ ഡ്രോണുകൾ. 600 എണ്ണവും മോസ്കോ നഗരത്തെ ലക്ഷ്യമിട്ട്. 2026 ഏറ്റവും വലിയ വ്യോമാക്രമണവുമായി യുക്രൈൻ. 7 മരണം. മോസ്കോയിലെ വൈൽഡ്ബെറി വെയർഹൌസിന് തീപിടിച്ചു. യുക്രൈൻ ഉപയോഗിച്ചത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ. യുദ്ധം വീണ്ടും മുറുകുന്നു. കളി അവസാനിപ്പിക്കുമെന്ന സൂചനയുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സീസൺ തന്റെ അവസാനത്തേതാകാൻ സാധ്യതയുണ്ടെന്ന് ക്രിസ്ത്യാനോ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നു. ഒരു ഭാവി ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന അഭിമുഖത്തിൽ താരം. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാക്കുന്നുവെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈക്കോളി ബാക്ടീരിയ. ഭക്ഷ്യവിഷബാധ, വയറിളക്കം, വൃക്ക തകരാർ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും. ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ.